ഹായ് ഫ്രണ്ട്സ്, മീനൂസ് മലയാളം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി വഴുതനങ്ങയും ഉണക്കച്ചെമ്മീനും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം ഇതൊരു തോരനാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ 2 ചെറിയ പാക്കറ്റ് ഉണക്കച്ചെമ്മീൻ, അത് ഞാൻ 2 പാക്കറ്റും എടുത്തിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചെറിയ പാക്കറ്റായിട്ട് കിട്ടില്ലേ, അത് 2 പാക്കറ്റാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും ഞാൻ ഈ പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇതിപ്പോൾ കഴുകിയിട്ടില്ല, ഒന്നുമില്ല, നേരിട്ട് പാക്കറ്റിൽ നിന്ന് അങ്ങനെ തന്നെ പാനിലേക്ക് വെച്ച് മീഡിയം ഫ്ലെയിമിലൊന്ന് ചൂടാക്കി എടുക്കുക. ചൂടാക്കി എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ചെമ്മീനൊന്നൊരു സ്മെല്ല് വരും നമ്മളിങ്ങനെ വറുത്തെടുക്കുമ്പോൾ. അതുവരെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അല്ലാതെ ഒത്തിരി അങ്ങോട്ട് മൂത്ത് കരിഞ്ഞു പോകാൻ പാടില്ല. ഇപ്പം ചെമ്മീനായിട്ടുണ്ട്. ഇനി നമുക്ക് വഴുതനങ്ങ, ഇത് ഞാൻ വീട്ടിലുണ്ടായ വഴുതനങ്ങയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ നമ്മുടെ നാടൻ വഴുതനങ്ങ പച്ച കളറുള്ള ഉണ്ടെങ്കിൽ അത് തന്നെ കൂടുതൽ ടേസ്റ്റി. ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് കാണിക്കുന്നത്. ഇത് വെച്ച് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ കുറച്ച് കുഴഞ്ഞിരിക്കും തോരൻ. പിന്നെ ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതും വേണം. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാൻ ചെമ്മീൻ കുറച്ച് വെള്ളവും ഉപ്പും ഇട്ട് ഒന്ന് വേവിക്കാൻ വയ്ക്കുകയാണ്. ഇതൊന്ന് നമുക്ക് ആദ്യം ചെമ്മീൻ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ ഈ ചട്ടിയിൽ തന്നെയാണ് തോരൻ വേവിച്ചെണ്ണയും വഴുതനങ്ങയൊക്കെ ചേർത്ത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ചെമ്മീൻ വേവിച്ച ശേഷം ഇതൊന്ന് കഴുകിയിട്ട് എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വഴുതനങ്ങ വേവിക്കുമ്പോൾ അത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം നമുക്ക് ചട്ടി വീണ്ടും വെച്ച് ഞാൻ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം ഞാൻ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയുള്ളി വേണമെങ്കിലും ഉപയോഗിക്കാം. ചെറുള്ളി ആകുമ്പോൾ കുറച്ച് കൂടുതൽ വേണ്ടി വരും, അപ്പോൾ നമുക്ക് അരിഞ്ഞെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ സവാള, അതുകൊണ്ടാണ് ഞാൻ സവാള എടുത്തത്. ചെറുള്ളി ആയാലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ. അപ്പോൾ നമുക്ക് ആ വഴുതനങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ തീരെ നൈസായിട്ട് അരിയണമെന്നില്ല. ഇപ്പം ഞാനിതുകൊണ്ട് നമുക്ക് നീളത്തിൽ ഇങ്ങനെ എടുത്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നാടൻ വഴുതനങ്ങയല്ല. അപ്പോൾ ശരിക്കും ഇങ്ങോട്ട് വേവിക്കുമ്പോൾ മറ്റേതുപോലെ നമ്മുടെ പച്ച വഴുതനങ്ങ ഉണ്ടല്ലോ, നാടൻ വഴുതനങ്ങ, അതുപോലെ വരത്തില്ല, കുറച്ച് കുഴഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, ഇങ്ങനെ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കി ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് വഴുതനങ്ങ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് ഒട്ടും വെള്ളം ചേർക്കരുത്, ഞാൻ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വഴുതനങ്ങ നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഒന്നൊരു പകുതി വേവിലായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചെമ്മീൻ കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ അടച്ചു വെച്ചൊന്നും വേവിച്ചിട്ടില്ല, ഒരു 4-5 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ചെമ്മീനും കൂടി ചേർത്ത് കൊടുത്തു. ഇനി എല്ലാം കൂടെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ ചൂടുവെള്ളത്തിൽ ഞാൻ കുടംപുളി ഇട്ട് വെച്ചിരുന്നു, അപ്പോൾ അതും കൂടി ചേർത്തോളൂ. ഒത്തിരി വെള്ളം വേണ്ട, ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിൽ പുളി, 1-2 ടേബിൾ സ്പൂൺ, ആയി കൂടുതൽ എടുക്കേണ്ട, വെള്ളത്തിൽ പുളി ഇട്ട് വെച്ച ശേഷം അതും കൂടി അങ്ങ് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം.
അതിന് മുമ്പ് കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ സവാള വഴറ്റിയപ്പോൾ ഉപ്പിട്ട് കൊടുത്തു. അതുകൂടാതെ ഇപ്പോൾ വഴുതനങ്ങയും കൂടി ഇട്ടപ്പോൾ ചെമ്മീനും ഇട്ടപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ട ശേഷം വേവിച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് തേങ്ങ ഇപ്പോൾ അരച്ചിട്ടൊന്നുമില്ല, നമ്മൾ ചിരകിയെടുത്ത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ തോരന് തേങ്ങ കുറച്ച് അധികം വേണം, എന്നാലാണ് അതിൻ്റെ സെയിം ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ തേങ്ങയുടെ കാര്യത്തിൽ ഒട്ടും പിശുക്ക് കാണിക്കരുതേ. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് നമ്മൾ അടച്ചു വെച്ച് അധികം അങ്ങനെ വേവിക്കുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞതിലൊരു വഴുതനങ്ങയും ചെമ്മീനൊക്കെ ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചതേ ഉള്ളൂ. പിന്നെ നമ്മളിനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് തന്നെ നമ്മൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറ്റി നല്ല ഡ്രൈ ആയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കളറ് കുറവാണെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. അധികം അങ്ങോട്ട് കുത്തി ഇളക്കി എടുക്കരുത്, ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വലിയാൻ പാകത്തിന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് ഒരല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചട്ടി അതിൻ്റെ അടിയിൽ പെട്ടെന്ന് പിടിച്ച് നമുക്ക് വേറൊരു ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ്. എന്നിട്ട് ഞാനിത് ഇളക്കി വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറ്റി ഡ്രൈ ആയിട്ടിട്ട് ഇനിയിപ്പോൾ ചെറിയ ഫ്ലെയിമിൽ ഇങ്ങനെ തന്നെ ചട്ടിയിൽ കുറച്ച് നേരം കിടക്കുമ്പോൾ തോരൻ നല്ല ഡ്രൈ ആവും. അപ്പോൾ അങ്ങനെ ഡ്രൈ ആക്കി എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അല്ലാതെ കുറച്ചിങ്ങനെ എന്താ പറയുക വെള്ളത്തിൻ്റെ അംശമായിട്ട് ഗ്രേവി പോലെ ഇരുന്ന് കഴിഞ്ഞാൽ കൊള്ളില്ല. ഇപ്പോൾ ഒരു അവിയലിൻ്റെയൊക്കെ ഒരു ഇതുണ്ടല്ലോ, അങ്ങനെ ഇരിക്കാൻ പാടില്ല. കുറച്ച് അതിൻ്റെ വെള്ളത്തിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റാൻ ഡ്രൈ ആക്കി എടുക്കണം. നമ്മൾ അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, വളരെ കുറച്ച്, കാരണം വഴുതനങ്ങയാണ്. പിന്നെ നമ്മുടെ പച്ച വഴുതനങ്ങയാണെങ്കിൽ കുറച്ചും കൂടി ഞാൻ പറഞ്ഞല്ലോ നല്ല ഇതിൽ വരും. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ വഴുതനങ്ങയും ഉണക്കച്ചെമ്മീനും കൂടിയുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജയ അരി അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക വെള്ള അരിയുടെ ചോറുണ്ടല്ലോ, അതിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെളിച്ചെണ്ണ നന്നായി ഒഴിക്കണം, പിന്നെ തേങ്ങയും വേണം കേട്ടോ. ഇത് രണ്ടുമാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ചെമ്മീൻ നന്നായി വേവിച്ചൊക്കെ എടുക്കുക. അപ്പോൾ നമ്മൾ തോരൻ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ ടേസ്റ്റിയാണ് നമ്മുടെ വഴുതനങ്ങയും ഉണക്കച്ചെമ്മീനും കൂടിയുള്ള തോരൻ. അപ്പം നമുക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.